ഇനി ദിവസങ്ങളായി പ്രതിഷേധമാണ്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ പോലും പലർക്കും സീറ്റുകൾ ലഭിച്ചിട്ടില്ല, അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ വ്യാപകമായി വരുന്നു, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. അപ്പോൾ അതിന്റെ പ്രതിഷേധം തുടരുന്നതിനിടെ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചർച്ച അത് ഇന്നാണ്. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ചാണ് മന്ത്രി ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. അതേസമയം പ്രതിസന്ധിക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് KSU ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് നടത്താനും നിശ്ചയിച്ചിട്ടുണ്ട്. MG മിഥുനാണ് വിവരങ്ങൾ നൽകുക തിരുവനന്തപുരത്ത്. മിഥുന്, ഈ ഒടുവിൽ മന്ത്രി നിലയും പറയുന്നത് ആവശ്യത്തിന് സീറ്റുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും SFI ഉൾപ്പെടെ സമരരംഗത്താണ് എന്നുള്ളതാണ് കാര്യം. അവിടെ SFI വിമർശിക്കുക എന്നുള്ളതായിരുന്നു മന്ത്രി എടുത്ത നിലപാട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് പോലെ അധിക ബാച്ച് എന്നുള്ള, അധിക സീറ്റല്ല അധിക ബാച്ച് എന്നുള്ള ആവശ്യം അത് സർക്കാർ അംഗീകരിക്കാനുള്ള സാധ്യതകളുണ്ടോ? എന്തോ വലിയ പ്രതിഷേധമാണ് ഈ +1 വലിയ ഉന്നയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധമാകുകയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ DDO ഓഫീസ് മാർച്ചടക്കം തുടരെ ദിവസങ്ങളായി നിരന്തരം MSFന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ നിരവധി വിദ്യാർത്ഥി യൂണിയൻ സംഘടനാ നേതാക്കളെല്ലാം തന്നെ റിമാൻഡിലാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ മന്ത്രി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മന്ത്രി കാര്യങ്ങളുണ്ട്, അതായത് സംസ്ഥാനത്തില്ല. ഇതിന്റെ ടെലിഫോൺ കണക്ഷനിൽ പ്രശ്നമുണ്ട് എന്താണല്ലോ, അതുകൊണ്ടാണ് ശബ്ദത്തിലെ ഒരു പ്രശ്നം. അപ്പോൾ എന്താണെങ്കിലും പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടയിൽ ചർച്ചയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടന നേതാക്കളെ കാണും. എന്തായിരിക്കും ആ ചർച്ചയിലെ ഉരുത്തിരിഞ്ഞ് വരിക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും അധിക ബാച്ചാണ്. അപ്പോൾ ഈ അധിക സീറ്റ് നൽകുക എന്നുള്ളതല്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ അതിലേക്ക് സർക്കാർ വഴങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി ഈ